أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسول الله. സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തു സബ 34 അധ്യായത്തിൻ്റെ 6, 7, 8 വചനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സത്യനിഷേധികളായ ആളുകൾ അന്ത്യസമയത്തെയും പുനരുദ്ധാരണ ദിനത്തെയും പറ്റി ആശ്ചര്യത്തിലും അത് അസംഭവ്യമാണെന്ന നിഗമനത്തിലുമാണുള്ളത്. എന്നാൽ വിശ്വാസികളാവട്ടെ, അവർ അതിനെപ്പറ്റി ആശങ്കയിലോ അല്ലെങ്കിൽ ആ നിലക്കുള്ള ആശങ്കയോ സന്ദേഹമോ സംശയമോ അവർക്കില്ല. ഒന്ന് പേരിനെങ്കിലും തമാശക്കെങ്കിലും അതുമായി ബന്ധപ്പെടുത്തി സംശയാസ്പദമായി ചോദിക്കുന്നവരല്ല അവർ എന്നതാണ്. എന്തുകൊണ്ട്? അതിൻ്റെ കാരണമാണ് വിശുദ്ധ ഖുർആൻ ഈ അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തിൽ വ്യക്തമാക്കുന്നത്. വയറല്ലദീന ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ട ആളുകളെ അവർ കണ്ടറിയുന്നവരാണ്. ഇവിടെ അറിവ് നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞത് വിശ്വാസികളെ പറ്റിയാണ്. എന്താണ് അവർക്കുള്ള അറിവ്? ഭൗതിക വിജ്ഞാനത്തിലോ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലോ ഉള്ള അറിവല്ല, മറിച്ച് വേദഗ്രന്ഥങ്ങളെപ്പറ്റിയും മതകാര്യങ്ങളെപ്പറ്റിയും ധാരണയും അറിവും ഉള്ളവർ എന്നാണ് ഇവിടുത്തെ ഉദ്ദേശം. അവരുടെ അറിവിൻ്റെ മികച്ച ഒരു അടയാളം എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ അവർ മനസ്സിലാക്കി എന്നതാണ് ശേഷം സൂചിപ്പിക്കുന്നത്. അല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക ഹുവൽ ഹഖ്, അതായത് പ്രവാചകനിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥം അത് യാഥാർത്ഥ്യമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു എന്നതാണ്. അത് ദൈവികമാണ്. അതിൽ പറയുന്ന പൗരാണിക സംഭവങ്ങൾ, കാര്യങ്ങളെല്ലാം നടന്നതാണെന്നും അതിലെ ചരിത്രങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ യാഥാർത്ഥ്യമായി വിശദീകരിക്കുന്നതാണ് എന്നും അതിൽ പറയപ്പെട്ടിട്ടുള്ള പ്രവചനങ്ങൾ ഇനി പുലരാനുള്ളതാണെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. മരണാനന്തര ജീവിതവും ഉയർത്തെഴുന്നേൽപ്പും ന്യായാന്യായ വിധി നടപ്പാക്കലുമൊക്കെ സംഭവിക്കുന്ന ഒരു ലോകത്തിന് ഒട്ടനവധി തെളിവുകൾ അവർ ആ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അവർക്ക് യാതൊരു അളവ് പോലും അതിനെക്കുറിച്ച് സംശയമില്ല. അതുകൊണ്ട് തന്നെ നിഷേധികളുടെ ആവർത്തിച്ചുള്ള ആക്ഷേപങ്ങളോ അമ്പരപ്പുള്ള ചോദ്യങ്ങളോ ഗ്രന്ഥമറിയുന്ന, മതത്തെ അറിയുന്ന, ആദർശത്തെ പഠിച്ചിട്ടുള്ള ഈ വിശ്വാസികളിൽ നിന്ന് ഉണ്ടാവുകയില്ല. അവർ ജീവിത ലക്ഷ്യത്തെ കൃത്യമായി വായിച്ചവരും മനസ്സിലാക്കിയവരുമാണ്. അതാണ് അല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക ഹുവൽ ഹഖ്, നിന്നിലേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ഈ വേദഗ്രന്ഥത്തെ അത് ഹക്കാണെന്ന് മനസ്സിലാക്കിയവരാണ്, കണ്ടറിഞ്ഞവരാണ് യഥാർത്ഥത്തിൽ അറിവ് നൽകപ്പെട്ടവർ എന്ന് ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. പ്രസ്തുത വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് വയഹ്ദി ഇല സിറാത്തുൽ അസീസുൽ ഹമീദ്, അതായത് ഈ വേദഗ്രന്ഥം അത് പ്രതാപശാലിയും സ്തുത്യർഹനുമായ അള്ളാഹുവിലേക്ക്, അവൻ്റെ പാതയിലേക്ക് മാർഗദർശനം കാണിക്കുന്നതാണ് എന്ന്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൊണ്ടുള്ള പ്രയോജനം എന്തെന്ന്, ഏതെന്ന് വളരെ സ്പഷ്ടമായി തിരിച്ചറിഞ്ഞവരാണ് വിശ്വാസികൾ, അഥവാ അറിവ് നൽകപ്പെട്ടവർ. മനുഷ്യനെ അന്ധകാരങ്ങളിൽ നിന്നും നിരർത്ഥകമായ എല്ലാറ്റിൽ നിന്നും അസത്യങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നുമെല്ലാം തെളിച്ചത്തിലേക്ക്, വെള്ളി വെളിച്ചത്തിലേക്ക്, സത്യന്യായങ്ങളിലേക്ക് തെളിച്ചു കൊണ്ടുപോവാൻ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ഖുർആനിൻ്റെ വാക്കുകൾക്കാണ് ജീവിതത്തിന് അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ അനർത്ഥമായി സംഭവിക്കുന്നതിൽ നിന്നൊക്കെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യബോധങ്ങൾ നിലകൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. ചരിത്രം അതിന് സാക്ഷിയാണ്. ഒരു ലക്ഷ്യബോധമില്ലാത്ത സമൂഹത്തെ ലോകത്ത് അസൂയാവഹമായ മാറ്റത്തിലേക്ക് വഴി നടത്താൻ സഹായിച്ചത് ഈ വിശുദ്ധ വേദങ്ങളെ, അതിൻ്റെ വചനങ്ങളെ പിന്തുടർന്നപ്പോഴാണല്ലോ.
ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ, യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും നല്ലതായതിലേക്ക് അത് വഴി കാണിക്കുന്നു. അള്ളാഹു പറയുന്നുണ്ട്, വയംഹുല്ലാഹുൽ ബാത്തില, ബാത്തിലിനെയൊക്കെ തുടച്ചു നീക്കാനും മനുഷ്യന് ആവശ്യമില്ലാത്ത പ്രയോജനമില്ലാത്ത നിരർത്ഥകമായ സകലതിനെയും തുടച്ചു നീക്കാൻ, വയുഹിക്കുൽ ഹഖ്ഖ ബികലിമാത്തിഹി, എന്താണോ അവന് ഉപകാരമുള്ളത്, എന്താണോ യാഥാർത്ഥ്യമായിട്ടുള്ളത്, ഹക്കായിട്ടുള്ളത്, അതിനെ നിലനിർത്താനും ബികലിമാത്തിഹി, അത് അവന്റെ വചനങ്ങളെ കൊണ്ട് ചെയ്യാൻ, അതായത് അവന്റെ വചനങ്ങൾക്കാണ് അതിന് സാധിക്കുകയുള്ളൂ എന്ന്. ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അവൻ പ്രവാചകനെ അയച്ചവനാണ്, ബിൽ ഹുദ, സത്യസന്മാർഗവുമായിട്ട്, വദീനിൽ ഹഖ്, യഥാർത്ഥ മതവുമായിട്ട്, ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, മറ്റെല്ലാ മതങ്ങളുടെയും മേലെ ഒരു തെളിയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു യഥാർത്ഥ ഹുദയോടുകൂടി പ്രവാചകനെ അയച്ചു. ഈ തിരിച്ചറിവ് തന്നെയാണ് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ അറിവ് എന്ന് ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് നേടിയവരാണ്, മനസ്സിലാക്കിയവരാണ് യഥാർത്ഥ വിശ്വാസികളെന്നും നമുക്ക് ഇവിടെ വായിച്ചെടുക്കാം. ഇനി തൊട്ടടുത്ത വചനം, 7-ാമത്തെ വചനം, പ്രവാചകൻ കൊണ്ടുവന്നിട്ടുള്ള ഈ വിശുദ്ധ വചനങ്ങളെയും ഖുർആനിനെയും ആ പ്രവാചകനെയും എതിർക്കാൻ വേണ്ടി, അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി സാധാരണക്കാർക്കിടയിലും പരദേശികൾക്കിടയിലുമൊക്കെ ഗോത്രവർഗക്കാർക്കിടയിലുമൊക്കെ ഖുർആനിനെ മോശമായി അവതരിപ്പിക്കുന്ന ഒരു ശൈലി ഈ ശത്രുക്കൾക്ക് പലപ്പോഴായി ഉണ്ടായിരുന്നു. പ്രവാചകന്റെ മുഴുവൻ വാക്കുകളും, അദ്ദേഹം ഓതിത്തരുന്ന എല്ലാ വാക്കുകളും വചനങ്ങളുമൊക്കെയും എത്രത്തോളം വിഡ്ഢിത്തമാണ് എന്ന് സാധുക്കളെ ബോധ്യപ്പെടുത്താൻ അവർ മുന്നോട്ട് വെച്ച ചില രീതികൾ ഉണ്ടായിരുന്നു. അതിലെ ഒരു രീതിയെയാണ്, അതെപ്രകാരമായിരുന്നു, അല്ലെങ്കിൽ ആ നിഷേധത്തിന് വേണ്ടി ആളുകൾക്കിടയിൽ അവർ നടത്തിയിട്ടുള്ളൊരു ദുർപ്രചാരണം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുകയാണ് വചനം 7 അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അവർ, ആ സത്യനിഷേധികൾ, മനുഷ്യർക്കിടയിൽ ചെന്നിറങ്ങിയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതാ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു, അവൻ പറയുന്നു, നാം എല്ലാ വിധേനയും ഛിന്ന ഭിന്നമായാൽ വീണ്ടും ഒരു പുതുസൃഷ്ടിയായി ജീവനോടെ കൊണ്ടുവരുമെന്ന്. എത്രത്തോളം അസംഭവ്യവുമായ കാര്യമാണ് അയാൾ പറയുന്നത്. പുനരുദ്ധാരണത്തെ നിഷേധിക്കുകയും അതുവഴി ഖുർആനിന്റെ പ്രസ്താവനകളൊക്കെ തന്നെ ഇപ്രകാരം ഒരുമാതിരി വിവരക്കേടുകളാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യലാണ് മക്കക്കാരുടെ ഇത്തരം ദുഷ്പ്രചരണത്തിന്റെ ഉദ്ദേശമെന്നത് വളരെ ലളിതമായി മനസ്സിലാക്കാം. അവര്, ഹൽ നദുല്ലുക്കും അലാ റജുലിൻ, ഒരു മനുഷ്യനെ പറ്റി വിവരമറിയിക്കട്ടെയോ, യുനബ്ബിഉക്കും, അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നുണ്ട്, ഇദാ മുസ്സഖ്തും കുല്ല മുമസ്സഖിൻ, നമ്മളെല്ലാ നിലക്കും ഛിന്ന ഭിന്നമാക്കപ്പെട്ടാൽ, ഇന്നക്കും ലഫീ ഖൽഖിൻ ജദീദ്, വീണ്ടും പുതിയൊരു സൃഷ്ടിയായി കൊണ്ടുവരുമെന്നാണ് ഈ മനുഷ്യൻ എല്ലാവരോടും പറയുന്നത്. എത്രത്തോളം വിഡ്ഢിത്തമാണത്! ഈ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്ന് പറയുന്ന കാഴ്ചപ്പാട്, അങ്ങനെ സാധാരണക്കാരെ പാട്ടിലാക്കി ഇപ്രകാരം വാക്കുകൾ അടങ്ങിയിട്ടുള്ള മുഹമ്മദിന്റെ ഈ ഖുർആൻ, ഈ ഗ്രന്ഥം എത്രത്തോളം മോശപ്പെട്ടതാണ് എന്നുള്ള ഒരു ചിന്താഗതി ആളുകൾക്കിടയിൽ ഉണ്ടാക്കി തീർക്കുക എന്നതാണ് അവരുടെ നിഗൂഢമായ ലക്ഷ്യമുള്ളത്. അതിനൊക്കെ തന്നെ ഒരു മറുപടി എന്ന നിലക്കാണ് തുടർന്നു വരുന്ന വചനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ, നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ, അല്ലെ, അള്ളാഹു അവർക്ക് ആ നിലക്ക് വാദിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ ഇവിടെ മുഹമ്മദ് അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു പറഞ്ഞു എന്ന് വരേണ്ടി വരും. അഫ്തറ അലല്ലാഹി കദിബ, അദ്ദേഹം അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയുകയാണ് എന്നതാണോ നിങ്ങളുടെ വാദം? അതൊരിക്കലുമില്ല. കാരണം മുഹമ്മദിനത് യോജിച്ചതല്ല. ജീവിതത്തിലെ സത്യമല്ലാത്തതൊന്നും പറയാത്ത, സത്യസന്ധമായതല്ലാത്തതൊന്നും ചെയ്യാത്ത, മനസ്സാവാച കർമ്മണ തിന്മകൾ വരാത്ത, സത്യസരണിയിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ തന്നെയാണ് നേരത്തെ അംഗീകരിച്ചിട്ടുള്ളത്. അങ്ങനെ കളവ് പറയാത്തവൻ എന്നുള്ള പേരും പ്രശസ്തിയും നിങ്ങളാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാള്, അതും അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു പറയുക എന്നത് എത്രത്തോളം വിദൂരമായ കാര്യമാണ്. അതാണോ നിങ്ങൾ പറയുന്ന വാദമാണോ ശരിയായി ഗൗനിക്കേണ്ടത്, ശരിയായി പരിഗണിക്കേണ്ടത്? ഒരിക്കലുമില്ല. അത് മുഹമ്മദ് ചെയ്യുകയില്ല എന്ന ഉത്തരമാണ് അള്ളാഹു ആ ചോദ്യത്തിലൂടെ നൽകുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് അള്ളാഹു
ഒരു മറുപടി തന്നെയാണ്, ചോദ്യ ശൈലിയിലാണ്. അംബിഹി ജിന്ന, അംബിഹി ജിന്ന, അതോ വല്ല ഭ്രാന്തുമുണ്ടോ മുഹമ്മദിന് എന്നതാണോ നിങ്ങൾ പറയുന്നത്? മുഹമ്മദ് സ്ഥലകാല ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു ഭ്രാന്ത് ബാധിച്ച് നിങ്ങളോട് കാര്യങ്ങൾ വന്ന് പറയുകയാണ് എന്നതാണോ നിങ്ങൾ, അല്ലെങ്കിൽ ആ നിലക്കാണോ വിചാരിക്കേണ്ടത്? നിങ്ങൾ പറയുന്ന ഭാഗമാണ് ശരി, മുഹമ്മദ് പറയുന്നത് എല്ലാ നിലക്കും പൊട്ടത്തരങ്ങളാണെന്ന് പറയാൻ ഒന്നുകിൽ അയാൾ സ്വബോധത്താൽ കെട്ടിച്ചമച്ച് പറയുന്നു, അതല്ലെങ്കിൽ സ്വബോധമില്ലാതെ എന്തെങ്കിലും പിച്ചുംപേയും പറയുന്നു. ഇതിലേതെങ്കിലും ഒരു നിലക്കാണോ? ഇല്ല, അങ്ങനെ ഒരു ഭ്രാന്തും ഒരു സ്വബോധമില്ലാത്ത അവസ്ഥയും അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ടായിട്ടില്ല. ഇന്നക്കല മജ്നൂൻ, നിങ്ങൾ പറയാണ് അദ്ദേഹം ഒരു ഭ്രാന്തനാണ് എന്ന്. നിങ്ങൾ പറയാണ് ലശാഇറു മജ്നൂൻ, ഒരു കവിയും ഭ്രാന്തനുമാണ് എന്ന്. മുഅല്ലമുൻ മജ്നൂൻ, എന്തൊക്കെയോ എവിടുന്നൊക്കെയോ അന്യ ദേശക്കാരിൽ നിന്ന് പഠിച്ചെടുത്ത ഒരു മജ്നൂൻ, ഭ്രാന്തനായ മനുഷ്യനാണ്. സാഹിറുൻ മജ്നൂൻ, സിഹർ ചെയ്യുകയും ഭ്രാന്ത് ബാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നൊക്കെയാണ് മക്കക്കാർ. അത് നിങ്ങൾ പറഞ്ഞതാണ് എന്നതാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്. എന്നാൽ നിങ്ങൾ ജൽപ്പിക്കുന്നത് പോലെയുള്ള ഭ്രാന്ത് അല്ലെങ്കിൽ ഒരു അബോധാവസ്ഥ, സ്വബോധം നഷ്ടപ്പെട്ടൊരവസ്ഥ, അത് അള്ളാഹുവിന്റെ പ്രവാചകന് ബാധിച്ചിട്ടില്ല. അമിയക്കൂലുന ബിഹി ജിന്ന, അവരങ്ങനെയാണ് പറയുന്നത്. ബൽ ജാഅഹും ബിൽ ഹഖ്, എന്നാൽ അദ്ദേഹം വന്നിട്ടുള്ളത് കൃത്യമായ യാഥാർത്ഥ്യം കൊണ്ട് തന്നെയാണ്. വഅക്സറുഹും ലിൽ ഹഖ് കാരിഹൂൻ, പക്ഷെ അധികം ആളുകൾക്കും സത്യത്തോടുള്ള അവരുടെ ആ ഒരു വെറുപ്പ് കാരണം അവർ ഈ നിലക്ക് ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദുർന്യായങ്ങൾ പറഞ്ഞ് ആ നിലക്കുള്ള അപവാദങ്ങളൊക്കെ പറഞ്ഞ് ഗൂഢമായ തന്ത്രങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ട് രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്കതിനോടുള്ള വെറുപ്പാണ്. മാ ബിസ്വഹബിക്കും മിൻ ജിന്ന, നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ള ഈ ദൂതൻ, ദൈവദൂതൻ, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങൾക്കിടയിൽ ഇടപഴകുന്ന ഈ മനുഷ്യൻ ഒരിക്കലും ഭ്രാന്ത് ബാധിച്ചവനല്ല. വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് മറുപടി പറയുന്നത്. എന്നിട്ടോ ആ ആയത്ത് വിശദീകരിക്കുന്നു, ബലില്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, നിങ്ങളിത് പറയാൻ കാരണം മുഹമ്മദ് ഭ്രാന്തനാണ്, കളവ് കെട്ടിച്ചമച്ച് പറയാണ് എന്നൊക്കെ പറയാനുള്ള കാരണം പരലോക വിശ്വാസം നിങ്ങൾക്കില്ലാഞ്ഞിട്ടാണ്. അത് വളരെ ആശ്ചര്യത്തോടെയാണ് നിങ്ങൾ അതിനെപ്പോഴും കാണുന്നത്, അല്ലെ? നിങ്ങൾക്ക് അതിൽ വിശ്വാസമല്ല. പരലോക നാളിനെ നേരെ മുന്നിൽ കാണാനും അതിനു വേണ്ടിയിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനും ഒരുങ്ങാനും നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾക്ക് ഈ ദുനിയാവിന്റെ ജീവിത രീതിയും ഇതിലെ ഐഹിക വിഭവങ്ങളും ഇതിലെ പരമാവധി ആർത്തുല്ലസിച്ചുള്ള ജീവിതവും നിങ്ങളുടെ ഇഷ്ടങ്ങളും തന്നിഷ്ടങ്ങളും ഒക്കെ നടപ്പാക്കലും ഇതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യം. അതൊരിക്കലും തന്നെ പരലോകമു ബോധമുള്ള ഒരാളെ സംബന്ധിച്ച് നടക്കുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ജീവിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ സകല ഇഷ്ടങ്ങളെയും നടപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിൽ പരലോകത്തെയൊക്കെ നിങ്ങൾ വിശ്വസിക്കാത്തവരായി നിങ്ങൾ മാറുന്നു. ആ പരലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന പ്രവാചകൻ നിങ്ങൾക്ക് ഭ്രാന്തനായും കളവ് കെട്ടിച്ചമച്ച് പറയുന്നവരുമായൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അപ്രകാരം ചില ദുഷ്പ്രചരണങ്ങൾ നടത്തുകയാണ്. ആയത്ത് അവസാനിപ്പിക്കുന്നു, ഫിൽ അദാബ്, പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ആ പരലോകം സംഭവ്യമാകുമ്പോൾ അന്ന് നിങ്ങൾക്ക് അദാബായിരിക്കും. വദ്ദലാലിൽ ബഈദ്, നിങ്ങളാണെങ്കിൽ വിദൂരമായ വഴികേടിലുമാണ്. ആരൊരാൾ പരലോകത്ത് നിഷേധിക്കുന്നുവോ, നാളെ മരണാനന്തര ജീവിതത്തെ ആരൊരാൾ പരിഗണിക്കാതിരിക്കുന്നുവോ, അയാളെ സംബന്ധിച്ച് വിദൂരമായ വഴികേടിലാവും. അയാളുടെ ജവാരിഹുകളിൽ നിന്ന് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നിർഗളിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ സ്വാഭാവികമായും തിന്മകൾ തന്നെയായിരിക്കും. സംസാരവും സംസ്കാരവും പ്രവർത്തനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും തിന്മയായിരിക്കും. അതുകൊണ്ട് തന്നെ പരലോക ബോധമാണല്ലോ, അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധമാണല്ലോ, മഖാമ റബ്ബിഹി, അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടലാണല്ലോ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഒരു നാഥനുണ്ടെന്ന ബോധമാണല്ലോ മനുഷ്യനായി ജീവിക്കാൻ, ധാർമ്മികതയിലുള്ള ജീവിതം നയിക്കാൻ, അവന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇതൊന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ച്, ഒരു കൂട്ടരെ സംബന്ധിച്ച്, നിഷേധികളെ സംബന്ധിച്ച് അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ദ്വലാലായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത് വളരെ കഠിനമായതുകൊണ്ടാണ് ദ്വലാലിൽ ബഈദ്, പെട്ടെന്നൊന്നും ആദർശത്തിലേക്ക്, നന്മയിലേക്ക്, ഹിദായത്തിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വിധം അവർ വിദൂരമായ വഴികേടിലാണ്. അതായത് വിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം സംസാരിച്ച പരലോകമെന്ന വിഷയത്തില്, ജീവിത ലക്ഷ്യമാകുന്ന ആ പരലോകമെന്ന വിഷയത്തില് തീരെ ബോധമില്ലാത്ത, അതിനെ നഖശികാന്തം അങ്ങേറ്റം എതിർക്കുന്ന ആളുകള് സ്വാഭാവികമായും ചില്ലറ വഴികേടിലൊന്നുമല്ല, ഒരൽപ്പം വിദൂരമായ, അകലെയുള്ള, പെട്ടെന്നൊന്നും തിരിച്ചു വരാനാവാത്ത വിധമുള്ള
ഒരു വഴികേടിലാവും എന്നുള്ളത് സ്വാഭാവികമായ ഒരു നിലപാട് തന്നെയാണ്. അതപ്രകാരം വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ പ്രവാചകനെതിരെ അവർ പറഞ്ഞ ആ ഒരു അപവാദം അല്ലെങ്കിൽ ആ ഒരു ദുഷ്പ്രചരണത്തിനെതിരെ വിശുദ്ധ ഖുർആൻ മറുപടി നൽകുന്ന കാര്യങ്ങളായിട്ടാണ് ഈ വചനത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.